ഹായ് ഓസൻ ചേട്ടാ, ഇപ്പം നമ്മൾ 2-3 അതിൽ കൂടുതൽ വീഡിയോസ് ചെയ്തു. അപ്പോൾ ഈ കാണുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു സംശയം, നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിൻ്റെ ആൻസർ നമ്മൾ സ്ക്രിപ്ചറിൽ നിന്നാണ് അല്ലെ ബൈബിളിൽ നിന്നാണ് നമ്മൾ ഓസൻ ചേട്ടൻ അതിൻ്റെ ആൻസർ പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ വിശ്വാസത്തിലല്ലാത്തവർക്ക് ഈ ബൈബിളിൻ്റെ അല്ലെ സ്ക്രിപ്ചറിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെ വേർഡ് ഓഫ് ഗോഡിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാമോ? നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യമാണല്ലോ. തീർച്ചയായിട്ടും വചനത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാം. എനിക്കും വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് വചനത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു. കാരണം നമ്മളത് വായിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. വീട്ടിൽ ബൈബിളൊക്കെ ഉണ്ടെങ്കിലും നമ്മളതിങ്ങനെ വിടർത്തി വെച്ചിരിക്കുന്നുള്ളൂ. വല്ല ഇടയ്ക്കൊക്കെ സങ്കീർത്തനങ്ങൾ വായിക്കും എന്നുള്ളതല്ലാതെ, ഇല്ലെങ്കിൽ യേശുവിൻ്റെ ഉപമകൾ, കഥകൾ എന്തെങ്കിലുമൊക്കെ വായിക്കുന്നുള്ളതല്ലാതെ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. എന്നാൽ വചനത്തിൻ്റെ ഓത്തൻറ്റിസിറ്റി ഇല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ, ഇത് 40-ൽ പരം എഴുത്തുകാരാൽ എഴുതിയിരിക്കുന്നതാണ്. റൈറ്റേഴ്സ് 40 റൈറ്റേഴ്സ് ആർ ദേർ, ബട്ട് ദർ ഇസ് ഓൺലി വൺ ഓഥർ, ഹോളി സ്പിരിറ്റ്. അത് പറയാനുള്ള കാരണം 1500 വർഷങ്ങളുടെ ഗ്യാപ്പിലാണ് ഇത് എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം പുസ്തക രൂപത്തിലേക്ക് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 3 കോണ്ടിനെൻറ്റിലുള്ള 40 പേര് എഴുതിയിട്ടും ഈ വചനത്തിലെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നോക്കുകയാണെങ്കിൽ ഒരു വചനം പോലും ഒന്നിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല. It support each other. Yeah. It shows it gives the one message about God and His love, everything. Never contradicts. പക്ഷെ വചനം അറിയാത്തവരിത് വായിക്കുമ്പോൾ ചിലപ്പോൾ ചില വചനങ്ങൾ കോൺട്രഡിക്ഷനായിട്ട് തോന്നാറുണ്ടെങ്കിലും കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ വായിക്കേണ്ടതുപോലെ വായിച്ചാൽ, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ. അപ്പം മറന്നുപോയിരുന്നു 40ഓളം എഴുത്തുകാർ 1500 വർഷങ്ങളുടെ ഗ്യാപ്പിൽ 3 കോണ്ടിനെൻറ്റിൽ ഇരുന്നുകൊണ്ട് ഈ വചനം എഴുതിയിട്ടും ഒന്നും കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ തന്നെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മളൊരു എസ്സേയോ ഒരു ബുക്കോ അല്ല എഴുതാൻ നോക്കിയാൽ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ട് ഒപ്പീനിയൻ ആയിരിക്കും നമുക്ക് 2 പേർക്കും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പലർക്കും, ഇല്ലേ? എത്ര പേര് എഴുതിയാലും. പക്ഷേ ഇത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറകിലെ ഓഥർ ഒന്നാണ്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഇപ്പോൾ വചനം നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും, ഈ ദൈവത്തിൻ്റെ വചനത്താലാണ് ഈ ആകാശം ഭൂമിയും സൃഷ്ടിച്ചിരിക്കുന്നത്. വചനം തുടങ്ങുന്നത് അങ്ങനെ, ഇല്ലെങ്കിൽ സ്ക്രിപ്റ്റേഴ്സ് തുടങ്ങുന്നത് തന്നെ ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ വചനത്താലാണ് എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഇതെല്ലാം ഉണ്ടായത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്താലാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ വചനത്താലാണ് ഇത് അപ്ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഹീബ്രൂസ് 1:3 അത് പറയുന്നുണ്ട്, അല്ലേ? ഇത് വചനത്താൽ. ഇഫ് യു വാണ്ട് യു ക്യാൻ ജസ്റ്റ് റീഡ് ദാറ്റ്. ഹീബ്രൂസ്, എബ്രായർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. Who being the brightness of his glory and the express image of his person, and upholding all things by the word of his power. അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നല്ല, ഗാലക്സീസും ഹെവൻസും എർത്തും എല്ലാം ഇറ്റ്സ് അപ്ഹോൾഡിങ്. ദൈവത്തിൻ്റെ വചനത്താലാണ് ഇത് അപ്ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ വചനം അറിയുന്നവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ. ദാറ്റ്സ് ദ ഇമ്പോർട്ടൻസ്. പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എനിക്കൊരു 60-70 വാക്യങ്ങൾ വേണേൽ വചനത്തിൽ നിന്ന് പറയാം. എന്നാലും നമ്മുടെ സമയപരിധി കൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന 1-2 വാക്യങ്ങൾ മാത്രം വായിക്കാം. ജോൺ 1:1 നമ്മൾ വായിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്കൊക്കെ ബൈ ഹാർട്ട് അറിയുന്ന വാക്യമാണ്. In the beginning was the word, and the word was with God, and the word was God. അപ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവം ആയിരുന്നു എന്ന് പറയുന്നത് ആദിയിൽ. സോ വാട്ട് ഈസ് ഇറ്റ്? ഇറ്റേണിറ്റി പാസ്റ്റ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇനി മത്തായി സുവിശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ, മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം നമ്മളൊന്ന് വായിച്ചാൽ, Matthew chapter 24 verse 35. Heaven and earth will pass away, but my words will by no means pass away. ആകാശം ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകത്തില്ല. ആകാശം ഭൂമി മാറിപ്പോയാലും
എൻ്റെ വചനങ്ങൾക്ക് പുള്ളിക്ക് വ്യത്യാസം വരത്തില്ല, അത് മാറിപ്പോകത്തുമില്ല. അതേ വചനം തന്നെ മാർക്കോസിലും 13-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 31-ാം വാക്യത്തിൽ ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത്, ആകാശം ഭൂമി മാറിപ്പോവും, എൻ്റെ വചനങ്ങൾക്ക് മാറ്റം വരികയില്ല. സങ്കീർത്തനത്തിൽ അനേക വാക്യങ്ങളുണ്ട്. നിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. സങ്കീർത്തനം 119:89. നിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. സെറ്റിൽസ് ഇൻ ഹെവൻ. വേറൊരു വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ, ഈ വാക്യങ്ങൾ വായിക്കണമെന്നില്ല, വേറൊരു വാക്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ സങ്കീർത്തനം 138-ന്റെ 2-ാം വാക്യം അത് വേണമെന്ന് വായിച്ചു. സങ്കീർത്തനം 138-ന്റെ 2. 138:2. I will worship toward your holy temple and praise your name for your loving kindness and your truth, for you have magnified your word above all your name. See, you magnify your word all above your name. Yeah. നിന്റെ നാമത്തിന് മീതെ ഒക്കെയും ഞാൻ നിന്റെ വചനത്തെ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. Wow. മനസ്സിലായ? Yeah. സോ അതുകൊണ്ട് തന്നെ സങ്കീർത്തനത്തിൽ വേറൊരു വാക്യമുണ്ട്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടത് ഞാൻ വചനം ലംഘിക്കുകയോ അതിന് ഭേദം വരുത്തുകയോ ചെയ്യത്തില്ല. സോ യു കനോട്ട് ചേഞ്ച്. Once he's spoken, it's settled. It's settled. സോ അപ്പോൾ ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാണ്, തൻ്റെ നാമത്തിന് മീതെ അത് വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ വായിച്ച വാക്യങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്. എന്നാൽ നമ്മൾ അത് മുഴുവൻ പറയണ്ട. ആകാശം ഭൂമി മാറിപ്പോകും. ഇപ്പോൾ കാണുന്ന ഈ ആകാശം ഭൂമി മാറിപ്പോകും, എന്നാൽ എൻ്റെ വചനം മാറ്റം വരത്തില്ല. നമ്മളങ്ങനെയൊക്കെ ഞങ്ങൾക്ക് പാട്ടൊക്കെ പണ്ട് നമ്മൾ കത്തോലിക്ക പാട്ടുകളെല്ലാം കേട്ടിട്ടുണ്ട്, ക്രിസ്ത്യൻ സോങ്സ് എല്ലാം. ആകാശം മാറും, ഭൂതലം മാറും, ആദ്യം മുതൽക്കേ മാറാത്തുള്ള തിരുവചനം മാത്രം. പക്ഷേ ഇത് അന്നൊക്കെ നമ്മൾ വായിക്കുമ്പോഴൊക്കെ നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയത്തില്ല. അപ്പോൾ പറഞ്ഞതിന് താല്പര്യം, ഇത് സൃഷ്ടിച്ചത് ഈ ലോകം ആകാശം ഭൂമിയും സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ വചനത്താൽ, ഇത് അപ്ഹോൾഡ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനത്താൽ. ഇത് മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനം മാറത്തില്ല, ഒന്നിനും വ്യത്യാസം വരത്തില്ല. അനേക വാക്യങ്ങളുണ്ട്. നമുക്ക് ഇനി 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചാൽ, 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെ. For this they willfully forget that by the word of God the heavens were of old, and the earth standing out of water and in the water, by which the world that then existed perished, being flooded with water. But the heavens and the earth, which are now preserved by the same word, are reserved for fire until the day of judgment and perdition of ungodly men. അപ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പത്രോസ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യം ആളുകൾ പറയുന്നു. അതിൻ്റെ 3-ാം വാക്യത്തിൽ അതിൻ്റെ ഒരു ചോദ്യമുണ്ട്, അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷവും സകലതും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പത്രോസ് അപ്പോസ്തലൻ ഇത് പറയുന്നത്. അത് ആൾക്കാർ പറയത്തില്ലേ, ഓ കർത്താവ് വരും, നിങ്ങളിത് കുറേ നാളല്ല പറയാൻ തുടങ്ങിയിട്ട്. യേശു പറഞ്ഞു, ഞാൻ പോയതുപോലെ വേഗം തിരിച്ചു വരും, 2000 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ അവൻ്റെ വെർ ഇസ് ദ പ്രോമിസ് ഓഫ് ഹിസ് കമ്മിങ്, അതാ ചോദിക്കുന്നത്. അത് ചോദിക്കുന്നത് പരിഹാസികളാണ്, വചനം അറിയാൻ പാടില്ലാത്തവർ. ഓക്കെ, എല്ലാവരും ജനിക്കുന്നു, മരിക്കുന്നു, ജീവിക്കുന്നു, പോകുന്നു, ലോകം വരുന്നു, ഇല്ല ലോകം ഇങ്ങനെ ടെക്നോളജിക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. ദൈവം എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഇല്ലെങ്കിൽ യേശു ഇനി വരുമോ? നിങ്ങൾ മാത്രം വരുന്ന യേശു മടങ്ങി വരും. അപ്പം അങ്ങനെ പരിഹാസികൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ 5, 6, 7 വാക്യങ്ങൾ പറയുന്നത്. 5-ാം വാക്യം വായിച്ചാൽ, ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമി പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തെ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നവർ മനസ്സോടെ മറന്നു കളയുന്നു. കാരണം ഇത് ആകാശം ഭൂമിയും ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായതാണെന്നും ഇപ്പോൾ കാണുന്ന ഈ ആകാശം ഭൂമിയും തീക്കായിട്ട് ദൈവം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ല. അപ്പോൾ വചനത്തിൽ ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. ഓക്കെ,
ഒത്തിരി ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി അന്ത്യകാലത്തിന് എന്താ സംഭവിക്കാൻ പോകുന്നതും കൂടിയാണ് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ഇടക്ക്, മിനിസ്ട്രിയുടെ ഇടക്ക് പറയുന്ന അനേക കാര്യങ്ങളുണ്ട്. അതിൽ 12-ാം അധ്യായം നമ്മളൊന്ന് എടുത്താൽ 12-ന്റെ 47-ഉം 48-ഉം വാക്യങ്ങളൊന്ന് വായിച്ചേ. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 47-ഉം 48-ഉം. And if anyone hears my words and does not believe, I do not judge him. For I did not come to judge the world, but to save the world. He who rejects me and does not receive my words has that which judges him. The word that I have spoken will judge him in the last days. ഈ 47-ാം വാക്യം വായിച്ചാൽ യേശു പറയുക, എൻ്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല. ലോകത്തെ വിധിക്കുവാനല്ല, ലോകത്തെ രക്ഷിക്കുവാൻ അത്ര ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ, ഇല്ലെങ്കിൽ ഒരു സേവ്യർ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ജീസസ് എന്ന് പറഞ്ഞാൽ സേവ്യർ എന്നർത്ഥം. അപ്പോൾ യേശുവിൻ്റെ ഭൂമിയിലേക്ക് വന്ന ഒരു ഓഫീസ് എന്ന് പറഞ്ഞാൽ രക്ഷകനായിട്ടാണ് വന്നിരിക്കുന്നത്. അതാ യേശു പറയുന്നത്, ഞാൻ ഭൂമിയിൽ നിങ്ങളെ വിധിക്കാനല്ല വന്നത്, രക്ഷിക്കുവാനാണ് വന്നത്. പക്ഷേ അടുത്ത വാക്യം കൊണ്ട് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അടുത്ത വാക്യം യേശു പറയുക, എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. അപ്പോൾ യേശു ഇപ്പോഴും വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. ആ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്, അവൻ എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റൊന്നും വിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവധിയില്ല. ഓക്കെ, അപ്പോൾ അതാണ് നിത്യജീവൻ എന്നൊക്കെ യേശുവിനെ അറിയുന്നത്, നിത്യജീവൻ എന്നെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ യേശുവിടെ പറയുന്നത്, ഞാനിപ്പോൾ വന്നത് നിങ്ങളെ വിധിക്കാനല്ല, നിങ്ങളെ രക്ഷിക്കുവാനാണ്. പക്ഷേ ഒടുക്കത്തെ നാളിൽ നിങ്ങളെ വിധിക്കുന്നൊരു ന്യായാധിപതിയുണ്ട്. അതാരാ? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ. ദ വേർഡ് വിൽ ജഡ്ജ് യു. വചനം തന്നെ നിങ്ങളെ ന്യായം വിധിക്കും. ഓക്കെ, 1-2 വാക്യം കൂടി വായിക്കാം. 2 തെസ്സലോനിക്കർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. വചനത്തിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചുകൊണ്ട് ഞാൻ റഫായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുള്ളൂ. സൃഷ്ടിയും ലൈഫും പിന്നെ അത് കഴിഞ്ഞിട്ട് എൻഡിൽ സംഭവിക്കാൻ പോകുന്ന ഒരു നക്ഷലായിട്ട് പറയുന്നതേ ഉള്ളൂ. 2 തെസ്സലോനിയൻസ് 1:6-10. Since it is a righteous thing with God to repay with tribulation those who trouble you, and to give you who are troubled rest with us when the Lord Jesus is revealed from heaven with his mighty angels, in flaming fire, taking vengeance on those who do not know God, and on those who do not obey the gospel of our Lord Jesus Christ. 6-ാം വാക്യം പറയുന്നു, കർത്താവ് യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോഴും. അല്ലേ? സുവിശേഷം അനുസരിക്കാത്തവർക്ക്. എൻ്റെ 10-ാം വാക്യം പറയുന്നു, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വം വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവധി അനുഭവിക്കും. അപ്പോൾ സുവിശേഷം കൊണ്ട് തന്നെ ന്യായം വിധിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം കൊണ്ട് തന്നെയാണ് മനുഷ്യനെ എല്ലാവരെയും ന്യായം വിധിക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ അവിടെ, അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് ആർക്കും ഇത് അറിയത്തില്ലായിരുന്നെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു വാക്യം കൊണ്ട് വായിച്ചിട്ട് ഞാൻ പെട്ടെന്ന് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിൻ്റെ ചോദ്യത്തിന് മറുപടി നിർത്താം. റെവലേഷൻസ് 19, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം. ദൈവവചനത്തെ ബൈബിളിൻ്റെ ഇല്ലെങ്കിൽ സ്ക്രിപ്റ്റേഴ്സിൻ്റെ അവസാന പുസ്തകം ആ വെളിപ്പാട് പുസ്തകം. എൻ്റെ 19-ാം അധ്യായത്തിൽ 11 മുതൽ 13 വരെയുള്ള 3 വാക്യങ്ങളൊന്ന് വായിച്ചേട്ടെ. Now I saw heaven opened, and behold, a white horse. And he who sat on him was called Faithful and True, and in righteousness he judges and makes war. His eyes were like a flame of fire, and on his head were many crowns. He had a name written that no one knew except himself. He was clothed with a robe dipped in blood, and his name is called the Word of God. His name is called the Word of God. ഞാൻ മലയാളത്തിലൊന്ന് വായിക്കാമേ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അവസാനം യോഹന്നാൻ എന്നാ ദൈവം വെളിപ്പാട് കൊടുക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം. സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഇതിൻ്റെ അധ്യായങ്ങൾ തുടങ്ങുന്നത് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയൊക്കെ അതിന് കഴിഞ്ഞതിന് ശേഷമാണ്. ഓക്കെ, ദ മാരേജ് സപ്പർ ഓഫ് ദ ലാംബ്. അതിനുശേഷം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേര്. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു.
അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. ആ പേര് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ അടുത്ത വാക്യം അതിനെക്കുറിച്ച് പറയുക. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്ന് പേര് പറയുന്നു. സി, അതിൽ കൂടുതൽ എവിഡൻസ്, തെളിവൊന്നും വേണ്ടല്ലോ, ദൈവവചനം. അപ്പോൾ ഇനി കുതിരപ്പുറത്ത് വരാൻ പോകുന്ന സത്യവാനും നീതിവാനും നീതിയോടെ പോരാടുന്നവനും അവൻ്റെ പേര് ദൈവവചനം, ദ വേർഡ് ഓഫ് ഗാഡ്, ഈസ് സൺ ഓഫ് ഗാഡ്, കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ ദൈവവചനം വേർഡ് എന്നെല്ലാം പറയുമ്പോഴേക്കും ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ സൺ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് മറ്റൊരുത്തനും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ മനുഷ്യർക്ക് രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട വേറൊരു നാമമില്ല യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ. ആ നാമമാണ് ദൈവത്തിൻ്റെ വചനം. അതാണ് ഒരു റഫായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ. വചനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു 60-70 വാക്യങ്ങൾ ഞാൻ തന്നെ ഇങ്ങനെ ചുമ്മാ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കൊരിപ്പോൾ റഫായിട്ട് കിട്ടില്ല. ദൈവത്തിൻ്റെ വചനത്താലാണ് ആകാശം ഭൂമി സൃഷ്ടിക്കപ്പെട്ടത്, ദൈവത്തിൻ്റെ വചനത്താണ് ഇത് അപ്ഹോൾഡ് ചെയ്തിരിക്കുന്നത്, വചനം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു. ഈ വചനത്താൽ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ വചനം ദൈവം വെച്ചിരിക്കുന്നു. He cannot even change his word. Because he is a just God. നീതിമാന ദൈവം. അപ്പോൾ ആകാശം ഭൂമി മാറിപ്പോവും, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മാറ്റം വരികയില്ല, മാറിപ്പോകത്തില്ല, വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസം വരികയില്ല. അത് നമ്മൾ പറഞ്ഞു. ഇനി സുവിശേഷം അനുസരിക്കാത്തവർക്ക് ദൈവത്തെ പ്രതികാരം കൊടുക്കുന്നൊരു സമയം വരുന്നുണ്ട്. കർത്താവ് യേശു ക്രിസ്തു ശുശ്രൂഷയിൽ പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞു. ഞാൻ നിങ്ങളെ വിധിക്കുവാനല്ല, രക്ഷിക്കുവാനത്രേ വന്നത്. പക്ഷേ ഒടുക്കത്തെ നാളിൽ നിങ്ങളെ ജഡ്ജ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അത് ദൈവത്തിൻ്റെ വചനമാണ്. ഇനി കുതിരപ്പുറത്ത് വരുന്ന സത്യവാനും നീതിമാനും വിശ്വസ്തനുമായിരിക്കുന്നവൻ്റെ പേരും ദൈവത്തിൻ്റെ വചനം, സൺ ഓഫ് ഗാഡ്. ആമേൻ. ഒരു റഫ് ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ആമേൻ. ദൈവം സഹായിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു ഓൾ. Thank you.